I could do this all day, I could do this all night, all month, all year for my. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ മറ്റൊരു റൈഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ വർക്കല പോകണമെന്നൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് സൺഡേ അല്ലേ, ജസ്റ്റ് ഒരു റൈഡ് പോകുമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വണ്ടിയിൽ വെച്ചിരിക്കുന്ന ആക്സസറീസിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ നേരെ ഇവിടെ പോകുന്ന വർക്കല പോകുന്ന വഴിക്ക് വെള്ളിയാഴ്ച കാവെന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പണ്ടതൊരു ടോഡി ഷോപ്പായിരുന്നു, അപ്പം അതൊരു റെസ്റ്റോറൻ്റാണ്, ഫാമിലി റെസ്റ്റോറൻറ്റ്. സോ അവിടെ പോയി ഫുഡ് കഴിക്കാനൊരു പ്ലാനുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ അരവിന്ദിനെയും കൂടെ പിക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ ഒരു 3 പേരുണ്ടാവും റൈഡിന്. ഒരു ഷോർട്ട് റൈഡ്, ഒരു വീക്കെൻഡ് റൈഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇപ്പോൾ വണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1295 കിലോമീറ്റർ ആയിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിയായിട്ട് നല്ലൊരു കൺട്രോളിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് വേറെ കംപ്ലൈൻസോ ഒരു പ്രശ്നമോ ഇല്ല. പിന്നെ എൻജിൻ ഓയിൽ ഞാനൊന്ന് ഫസ്റ്റ് സർവീസിന് ശേഷം ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. ഞാനിപ്പോൾ ലിക്യുമോളിയുടെ 10W40 ആണ് യൂസ് ചെയ്യുന്നത്. എൻജിൻ കുറേ കൂടെ നല്ല സ്മൂത്തായി, വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട്. മൈലേജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ ഒരു 500 കിലോമീറ്റേഴ്സൊക്കെ ഒന്ന് ക്ലോക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. പിന്നെ വണ്ടിക്ക് പറയത്തക്ക കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രേക്കിങ്ങും എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വെച്ചിരിക്കുന്ന ഓരോ ആക്സസറീസും നല്ല യൂസ്ഫുള്ളാണ്. ഗൈസ്, ഇപ്പം ഭയങ്കര ചൂടുള്ളൊരു ക്ലൈമറ്റാണ്. ഏകദേശം 40 ഡിഗ്രിയുടെ ഒരു ചൂടുണ്ട് ട്രിവാൻഡ്രത്തൊക്കെ. സോ നമ്മളിപ്പോൾ ഒരു ഉച്ചയ്ക്കാണ് റൈഡ് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഒത്തിരി വെള്ളമൊക്കെ കുടിക്കണം റൈഡ് ചെയ്യുമ്പം. പിന്നെ കയ്യിൽ ഈ ഒരു സ്ലീവൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരത്തില്ല. എങ്കിലും പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവും. അതുകൊണ്ട് ഇടയ്ക്ക് നിർത്തി വെള്ളമൊക്കെ കുടിച്ചായിരിക്കും നമ്മൾ റൈഡ് ചെയ്യുന്നത്. സോ നമ്മളെ കേരളത്തിനകത്തുള്ള ട്രിപ്പായിരിക്കും ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നത്. ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാഡിൽ ബാഗും സാഡിൽ സ്റ്റേ ഒക്കെ. അതിപ്പം ഞാൻ വണ്ടിയിൽ വെച്ചിട്ടില്ല. ഞാൻ മറ്റൊരു ട്രിപ്പ് പോകുമ്പോൾ ഞാനത് എടുത്ത് ഫിറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിനെപ്പറ്റി കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് വണ്ടിയിൽ വെച്ചെന്ന്, ആക്സസറീസ് എന്തൊക്കെയാണ് വെച്ചതെന്ന് കാണിച്ചു തരാം. എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ആക്സസറീസാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതലും റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ആക്സസറീസാണ് നമ്മൾ വെച്ചത്. നമ്മൾ വേറെ തേർഡ് പാർട്ടി ആക്സസറീസ് ഒന്നും കയറ്റിയിട്ടില്ല. എസ്പെഷ്യലി ക്രാഷ് ഗാർഡൊന്നും. അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ടോർക്ക് കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വെയിറ്റ് കറക്റ്റ് അല്ലെങ്കിൽ ചേസിസിലൊക്കെ ബ്രേക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം റോയൽ എൻഫീൽഡിൻ്റെ ആക്സസറീസ് അതെല്ലാം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ വണ്ടി ഒരു 80-ലൊക്കെ ക്രൂയിസ് ചെയ്യാനാണ് നല്ലൊരു സുഖം. അതിന് മുകളിൽ ക്രൂസ് ചെയ്യാനും പറ്റും. ബട്ട് ഒരു 80 ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നതും ഒരു സേഫർ സൈഡ് എന്നും പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു പുതിയ ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. അത് വളരെ നല്ലൊരു ഹെൽമെറ്റാണ്. അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട്. വിൻ ബ്ലാസ്റ്റ് ഭയങ്കരമായിട്ട് കുറവായിട്ടുമുണ്ട്. ഞാൻ നേരത്തെ MTയുടെ ഹെൽമെറ്റാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റൊരു ഹെൽമെറ്റാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ആദ്യം പോകേണ്ട ലൊക്കേഷനിലോട്ട് പോവാം. അതിനുശേഷം നമുക്ക് ഹെൽമെറ്റിൻ്റെ ഇതിലോട്ട് വരാം.
ഗൈസ്, അപ്പം നമ്മൾ അരവിന്ദിനെ മീറ്റ് ചെയ്തു. നമ്മളിതാ വെള്ളിയാഴ്ച കാവിലോട്ട് പോവുകയാണ്. ഒരു GT ഉണ്ട്, GT 650, പിന്നെ 2 ഹിമാലയ. നമ്മളങ്ങനെ പോകുന്നത്. അവിടെ നല്ല ഫുഡ് കിട്ടും ഗൈസ്, അതാണ് മെയിൻലി നമ്മൾ പോകുന്നത്. നല്ല നാടൻ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് വെള്ളിയാഴ്ച കാവ്. ഇവിടുന്ന് ഏകദേശം, ഇതിപ്പോൾ ആറ്റിങ്ങൽ ജംഗ്ഷനാണ്, ഇവിടുന്ന് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. അതിൽ പെട്ടെന്ന് 3 മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. ഒരു 24 മിനിറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ വെള്ളിയാഴ്ച കാവിൽ വരാൻ ഒരു 40 മിനിറ്റ് എടുക്കും, 40-45 മിനിറ്റ് എടുക്കും. വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. നല്ലൊരു നാടൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. ഈ റൂട്ട് അത്യാവശ്യം ട്രാഫിക് കുറവായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് പോവാൻ പറ്റുന്നുണ്ട്. ഗൈസ്, ഇവിടെ നിന്ന് ഒരു 5.3 കിലോമീറ്റർ ഉണ്ട്. ഇതൊരു നല്ലൊരു റോഡാണ്. കുറച്ച് പാമ്പ് പോലെയൊക്കെ കിടക്കുന്ന വളവും തിരിവൊക്കെ ഉള്ള റോഡാണ്. ബട്ട് കെയർഫുള്ളായിട്ട് റൈഡ് ചെയ്യണം. ഇവിടെ കുറേ കടകളിൽ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു കടയാണ്. ഇത് അടച്ചേക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള അമ്പുണ്ടല്ലോ. അത്യാവശ്യം ബ്ലോക്കുണ്ട് റോഡ്.
ഈ ഏരിയയിൽ അധികം ചൂടില്ല ഗൈസ്. ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. നമ്മളൊരു 7 മിനിറ്റ് കൊണ്ട് 4.5 കിലോമീറ്റർ ഉണ്ട്, 7 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ഒരു ഷോപ്പിലെത്തും, റെസ്റ്റോറൻറ്റിൽ. വെള്ളിയാഴ്ച ആക്ച്വലി ഒരു കള്ള് ഷാപ്പായിരുന്നു അവിടെ. പിന്നെ ഒത്തിരി പേര് നല്ല ഫുഡ് കഴിക്കാനൊക്കെ പോകുമായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ, കള്ള് ഷാപ്പായിരുന്ന ടൈം പോലും. അപ്പം അവർ പിന്നെ നോക്കിയപ്പോൾ കള്ളിനേക്കാളും ലാഭം അവർക്ക് ഫുഡിലാണെന്ന് തോന്നി. അങ്ങനെ അവർ അത് റെസ്റ്റോറൻ്റ് ആക്കി. അങ്ങനെ ഇപ്പോൾ അതൊരു ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ അവിടെ കള്ളൊന്നും കിട്ടത്തില്ല, പക്ഷേ നമ്മൾ കള്ള് ഷാപ്പിൽ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഫുഡ് അവിടെ കിട്ടും. നമ്മൾ പുഞ്ചഗിരി ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു വെറൈറ്റി ഫുഡ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ കിട്ടും. പുഞ്ചഗിരി നല്ല ഫുഡാണ് സെർവ് ചെയ്യുന്നത്, ബട്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് വന്നിരുന്ന് കഴിക്കാനും അവിടെ കുറച്ച് സീനിക് സംഭവങ്ങളുണ്ട്. അതായത് ഈ താറാവിനെ വളർത്തുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ അവിടെ വലിയ ടർക്കി കോഴികളുണ്ട്, അതിനെ കാണാം. അങ്ങനെ കുറച്ച് സീനിക്കായിട്ടുള്ള സംഭവങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. അപ്പം ഒരു ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, ജസ്റ്റ് നമുക്കവിടെ നടന്നൊന്ന് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടും കൂടെയാണ് ഈ ഒരു വെള്ളിയാഴ്ച കാവെന്ന് പറയുന്നത്. ഇതാണ് വെള്ളിയാഴ്ച കാവ് അമ്പലം ഗൈസ്. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ കൂടെയാണ് ഷാപ്പിലോട്ട് പോവേണ്ടത്. ഈ കാറുകളെല്ലാം അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകുന്നവരാണ് ഗൈസ്. കാരണം ഈ റൂട്ടിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല, ഇതുവഴി വേറെ റൂട്ടിലോട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. മുന്തിരിപ്പന്തൽ ഫാമിലി റെസ്റ്റോറൻറ്റ്. നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ പോകുന്നത് തോട്ടിങ്കര റെസ്റ്റോറൻറ്റ്. മൈക്കോടി ഈ വണ്ടിയിൽ ഫുൾ ആൾക്കാർ അങ്ങോട്ട് പോകാനാണല്ലോ. അത് ഇതുവഴിയല്ലേ പോകുന്നേ? ഇതുവഴി പോകാൻ പറ്റുമല്ലോ. അല്ല, നമുക്ക് ഇവിടെ പോയിട്ട് വരാടോ. ഓക്കെ ഓക്കെ. എടാ, ഇവിടെ തണലത്ത് നിന്നോ? അവിടെ എന്തോ ഓഫ് റോഡിൻ്റെ എന്തോ ചെറിയൊരു സംഭവം കണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുക. ഇത് ആക്ച്വലി ഒരു ഓഫ് റോഡ് പോകുന്ന പോലത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. കാരണം അത്യാവശ്യം
ഓഫ് റോഡാണ്. പിള്ളേരൊന്ന് ഓഫ് റോഡൊക്കെ ചേരും. ഇത് അത്യാവശ്യം ഓഫ് റോഡ് പോലത്തെ സ്ഥലമാണ്. ഇവിടെ റോഡ് ടാറൊന്നും ഇട്ടിട്ടില്ല. വണ്ടി അവിടെ തണലത്ത് എവിടെയെങ്കിലും വെക്കാം. തണൽ ഇവിടെ വയ്ക്കാമല്ലേ? ഇതാണ് തോട്ടിങ്കര ഫാമിലി റെസ്റ്റോറൻറ്റ്. നമുക്ക് വണ്ടി എവിടെയെങ്കിലും തണലത്ത് വയ്ക്കാം. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഓ എടാ കുറച്ചുകൂടെ ഇങ്ങോട്ട് വയ്ക്കുക. ഇത് വണ്ടി പോണ വഴിയാ. അല്ല, ഇതുവഴി പോകാൻ പറ്റും. നമുക്ക് തിരിച്ച് ഇതുവഴി പോവാം. ഇത് ആളെ പരിചയപ്പെടുത്തണേ. അതെ, ഒന്നുകൂടെ ഇതാ നമ്മുടെ അഭിഷേക് ഉണ്ട് ഗൈസ് ഇവിടെ. നമ്മളിതാ 3 വണ്ടിയിലാണ് വരുന്നത്. റോയൽ എൻഫീൽഡ് ഫാമിലിയാണെന്ന് പറയാം. ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ട് വേണം. എന്റെ എന്തായാലും നനഞ്ഞിരിക്കുന്നു. ആരും എടുക്കാൻ തോന്നുന്നു. ആണോ? വേണ്ട. ഇത് ഹാർലി 440T. പുതിയ ഹാർലിയുടെ ബൈക്കാണ്. ഇവിടുത്തെ വ്യൂസ് ആണ്. ഇതാണ് ഇത് താറാവായിരുന്നു കണ്ടോ. പോകുന്നു താറാക്കുട്ടന്മാർ. അവന്മാര് തട്ടി പ്ലേറ്റിലാക്കുന്നു. ഇത് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. നമ്മൾ ഇവിടുന്ന് പ്രോൺസ് ഓർഡർ ചെയ്ത്, പൊറോട്ട ഓർഡർ ചെയ്ത്, ഇത് ഡക്ക് റോസ്റ്റ്, പിന്നെ ഊണ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സാമ്പാർ, എന്തൊക്കെ കറികളുണ്ട്. മീനുണ്ട്, മീൻ കറിയുണ്ട്, പുളിശ്ശേരി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ താറാവ്, പിന്നെ അരവിന്ദ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി വലിയ സിലോപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് എത്ര ടൈം എടുത്ത് കഴിച്ചു തീർക്കാൻ പറ്റുന്നത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. അഭിഷേക് ആദ്യത്തെ അഭിപ്രായം അഭിഷേക് പറയുന്നതായിരുന്നു. അഭിഷേക് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് പറയാം. കുഴപ്പമില്ല. കൊള്ളാം.
റൈസ് ഫുഡ് കൊള്ളായിരുന്നു. താറാവ് കറി ഉള്ളായിരുന്നു. ഫിഷ് നമ്മൾ സിലോപ്പിയാണ് മേടിച്ചത്. അത് കുറച്ച് കരിഞ്ഞു പോയി എന്നുള്ളൊരു ലെവലിലായിരുന്നു. ബട്ട് കുഴപ്പമില്ല. അന്ന് കഴിക്കുമ്പം നിങ്ങൾ ഫിഷ് നോക്കിയൊക്കെ മേടിച്ചാൽ മതി. ഞങ്ങൾ പിന്നെ സിലോപ്പിയ പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ റൈഡ് പോകുന്നത്. ഞാനങ്ങനെ ആൾക്കാരുമായിട്ട് റൈഡ് പോയിട്ട് കുറച്ച് നാളായി. സോളോ റൈഡ്സ് ആയിരുന്നു. സോ ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ റൈഡ് പോകുന്നത്. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് എടുക്കത്തുള്ളൂ നമ്മൾ വർക്കല ബീച്ചിൻ്റെ അവിടെയത്തെ. നമ്മൾ ആദ്യം ക്ലിഫിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. ബട്ട് ക്ലിഫിലോട്ടല്ല ഇപ്പോൾ പോകുന്നത്, വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ക്ലിഫിൽ നമ്മൾ മിക്കവാറും അവിടെ പോയിട്ട് ക്ലിഫിലോട്ട് വരുമായിരിക്കും. നമ്മൾ ക്ലിഫിൻ്റെ അടുത്ത് എത്താറായി. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ ക്ലിഫിൻ്റെ അടുത്തെത്താൻ. പക്ഷെ നമുക്ക് ക്ലിഫിൽ പോകുന്നതിന് മുമ്പ് മറ്റൊരു വ്യൂ പോയിന്റിൽ പോവാം. സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. വെയിലൊക്കെ ഒന്ന് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്ലിഫിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ബട്ട് ക്ലിഫിലോട്ട് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. അതായത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോഴാണ് ക്ലിഫ്. 4 കിലോമീറ്റർ. നമുക്ക് ക്ലിഫിൽ പോകുന്നതിന് മുമ്പ് വേറൊരു വ്യൂ പോയിൻ്റ് ഉള്ള ഏരിയയിലോട്ട് പോവാം. വണ്ടി റൈഡ് ചെയ്യാൻ നല്ല സുഖമാണ് ഈ ഒരു ഹിമാലയൻ 450. എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് എൻ്റെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡിലൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് റെസ്റ്റിന്. അത് കാരണമുള്ള ചെറിയൊരു പെയിനും കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സൈഡിൽ നിന്ന് ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല കംഫർട്ടായിട്ട് ലോങ് ഒക്കെ പോവാം. നല്ല പവറുണ്ട്. 40 bhp 40 Nm ടോർക്കാണ്. അത്യാവശ്യം നല്ല ഓവർടേക്കിങ്ങിനൊക്കെ പെർഫോമൻസ് ഉണ്ട്. ബ്രേക്കിങ് ഒന്നും പറയില്ല. ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ബ്രേക്കിങ് സൂപ്പറാണ്. പിന്നെ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ബാക്കിന് ഇത്രയും ഹൈറ്റ് വേണ്ടെന്ന് പറയും. പക്ഷേ ഓൺ റോഡ് ഇത്രയും ഹൈറ്റ് ഉള്ളത് വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു റൂട്ടിൽ നിന്ന് നമ്മളിതാ സംഗമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കയറുകയാണ്. ആന്ധ്ര ക്ഷേത്രം എന്ന റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഏരിയ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കടലാണ് കാണുന്നത് ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇതൊരു ക്ലിഫിൻ്റെ ഏരിയയാണ് ഗൈസ്. നമുക്ക് പതുക്കെ ഈ സൈഡിൽ കൂടെ പോവാം.
ഓ പൊളി കിട്ടില്ല. ഇല്ല ഇല്ല കൊള്ളാം, അടിപൊളി. ഗൈസ് ഇതാണ് സ്ഥലം. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. സൺസെറ്റ് വരെ കൊള്ളാം, പൊളിയല്ലേ? ഒരു കാര്യം ചെയ്യണം, ഇതിലെ ഫോട്ടോ സോ ഗൈസ് നമ്മൾ വർക്കലയുടെ ഈ ഒരു ബീച്ച് സൈഡിനോട് വിട പറയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ വരുന്നതായിരിക്കും. നല്ല കിടിലം കാഴ്ചകൾ ഉള്ളൊരു ഏരിയ തന്നെ. നിങ്ങൾ ഡ്രോൺ ഷോട്ട് കണ്ടു കാണുമല്ലോ. പക്ഷെ ഭയങ്കര വിൻ ബ്ലാസ്റ്റ് ഉണ്ട്. ഡ്രോൺസ് ഇവിടെ യൂസ് ചെയ്യാൻ കുറച്ച് പാടുണ്ടെങ്കിലും അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്ലസൻറ്റ് സ്ഥലമാണ്. വലിയ തിരക്കോ ബഹളോ ഒന്നുമില്ല. നല്ല സുഖമായിട്ട് നമുക്ക് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലം. ആരും വേസ്റ്റും ബോട്ടിലൊന്നും ഇടല് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം ഗൈസ് നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ മറ്റൊരു ദിവസം വീണ്ടും വരുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ കാറ് കൊണ്ടുവന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനാണ് പ്ലാന്. ഇപ്പം മണി ഏകദേശം 6:45 നല്ല ഇരുട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒത്തിരി വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. നല്ലൊരു സീനിക് ഏരിയയാണ്. ഇത് കുറച്ച് ഓഫ് റോഡ് ഏരിയയാണ് ഗൈസ്. ക്ലിഫിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ക്ലിഫ് തുടങ്ങിയിട്ടുണ്ട് കടൽ കയറി. കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഏരിയ ഒന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല ഗൈസ്. എന്തായാലും വളരെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം തന്നെയാണ്. നമുക്ക് ഒരു ഈവനിങ് ഒക്കെ വന്ന് സ്പെൻഡ് ചെയ്യാം. ഒരു 4 മണിക്ക് ശേഷം വന്നാൽ മതി. അപ്പോഴത്തേക്ക് നല്ല വൈബുള്ള സ്ഥലമാണ് ഗൈസ്. സോ ഗൈസ് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതൊരു ഷോർട്ട് റൈഡായിരുന്നു. ഒരു വർക്കല ബീച്ചിൻ്റെ മറ്റൊരു സൈഡ്. എല്ലാവർക്കും അറിയണമെന്നില്ല, അതുകൊണ്ടായിരിക്കും ഇവിടെ തിരക്ക് കുറവ്. നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം ഗൈസ്. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ എന്തെങ്കിലും പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് വണ്ടിയുടെ പാർട്സിൻ്റെ ഡീറ്റെയിൽ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരു ഷോർട്സും ചെയ്യും, ഒരു മെയിൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സംഭവം ഞാൻ അവിടെ ചെന്നപ്പം അത് ഷൂട്ട് ചെയ്യുന്ന കാര്യം മറന്നുപോയി, അതാണ് പറ്റിയത്. എന്തായാലും അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം ഗൈസ്. എന്തൊക്കെ ആക്സസറീസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം ഗൈസ്. സീ യു, ബൈ.